ഹലോ ഫ്രണ്ട്സ്, ഞാൻ നെൽസ്ന. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ്. എന്താണ് ബ്ലഡ് ഷുഗർ? നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന് എന്തൊക്കെ ലാബ് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടതെന്നുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണ നിങ്ങളിൽ എത്തിക്കുകയാണ് ഞാൻ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ്, അത് നമ്മുടെ സെല്ലുകളിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, എനർജി രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ആ കണ്ടീഷന് പറയുന്ന മെഡിക്കൽ ടേമാണ് ഡയബറ്റിക്സ് മെലിറ്റസ്. ഡയബറ്റിക്സ് മെലിറ്റസിന് കാരണമാകുന്ന ഹോർമോൺ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം സെൽസ്, ഐൽസ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന സെൽസ് സിക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യിക്കുന്നത്. നമ്മുടെ ബ്ലഡിൽ നിന്നും ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലുകളിലേക്ക് കൊണ്ടുപോയി എനർജിയായിട്ട് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഈ ഇൻസുലിൻ. നോർമലായിട്ട് ഗ്ലൂക്കോസ് പേഷ്യൻസിൽ അമിതമായി ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരുടെ ശരീരത്തിൽ ഇൻസുലിൻ കുറയാൻ സാധ്യതയുണ്ട്. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മെയിനായിട്ട് 2 തരം ഡയബറ്റിക്സ് മെലിറ്റസ് ആണ് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റിക്സ് മെലിറ്റസ്, 2 ടൈപ്പ് 2 ഡയബറ്റിക്സ് മെലിറ്റസ്. ടൈപ്പ് 1 ഡയബറ്റിക്സ് മെലിറ്റസിനെ നമുക്ക് ജുവൈനൽ ഡയബറ്റിക്സ് മെലിറ്റസ് എന്നും പറയാം. അതായത് മെയിനായിട്ട് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഓഫ് അഡൾട്ട്ഹുഡിൽ കണ്ടുവരുന്ന ബ്ലഡിൽ കണ്ടുവരുന്ന ഷുഗറിനെയാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എക്സസീവായിട്ട് നമുക്ക് തേഴ്സ്റ്റ് ഉണ്ടാവും, നമ്മൾ എക്സസീവായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ക്രമാതീതമായി വെയിറ്റ് കുറഞ്ഞു വരിക, വെയിറ്റ് ലോസ് കണ്ടുവരിക നമ്മളിൽ. അതുപോലെ തന്നെ ടയേർഡ്നെസ്, ബ്ലറീഡ് വിഷൻ, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഏർലി അഡൾട്ട്ഹുഡിലൊക്കെ ആ ഒരു ഇതുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷുഗർ ചെയ്തിരിക്കുന്നത് നല്ലതാണ്, ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കോമൺ ആയിട്ട് ചെയ്യുന്ന ലാബ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. മിനിമം 10 to 11 hours ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്ന ബ്ലഡ് ഷുഗറിൻ്റെ എമൗണ്ടാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അത് നമ്മൾ നോർമലായിട്ട് അപ് ടു 70 to 95 mg/dL വരെയാണ് നോർമൽ റേഞ്ച് കൊടുക്കാറുള്ളത്. ഡയബറ്റിക് ആണെങ്കിൽ എബവ് 100 to 125 വരെ നമ്മൾ പ്രീ ഡയബറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. 125 അബവ് ആണെങ്കിൽ ഡയബറ്റിക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പിന്നെയുള്ള റാൻഡം ബ്ലഡ് ഷുഗറാണ്. റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് എനി ടൈം ചെയ്യാം, ആഫ്റ്റർ ഫുഡ് ഓർ ബിഫോർ ഫുഡ് എന്നൊന്നുമില്ല, എനി ടൈം നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എബവ് 140 ആണ് നോർമൽ റേഞ്ച് വരുന്നത്. അതും mg/dL നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെയുള്ളത് HbA1c. HbA1c എന്ന് പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽ, അതായത് ആവറേജ് ബ്ലഡ് ഷുഗർ എവറി 3 months. അതായത് നമ്മളുടെ ടോട്ടൽ ബോഡിയിലുള്ള ഷുഗറിൻ്റെ ആവറേജ് കൺസിഡർ ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിൻ A1c എന്ന് പറയുന്ന ടെസ്റ്റ്. അപ് ടു 5.5 വരെ നമ്മൾ നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എബവ് 7 or 7.5 നമ്മൾ ഡയബറ്റിക് ആയിട്ടത് കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ OGTT, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതായത് നമ്മുടെ ബോഡി ഹാൻഡിൽ ചെയ്യപ്പെടുന്ന ടോട്ടൽ ഷുഗറിൻ്റെ ഒരു എമൗണ്ടാണ് നമുക്കതിൽ കിട്ടാൻ പോകുന്നത്. റെഗുലർലി ഡെയിലി നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഷുഗർ ലെവൽ. അതുപോലെ തന്നെ ഓട്ടോ ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്, GAD ആൻറ്റിബോഡീസ് എന്നാണ് പറയുന്നത്, അതായത് ഗ്ലൂട്ടാമിക് ആസിഡ് ഡീകാർബോക്സിലേസ് എന്ന് പറയും. ഇത് GAD എൻസൈം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൻറ്റിബോഡീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ദിസ് ഇമ്മ്യൂൺ സിസ്റ്റം ഇൻസുലിൻ പ്രൊഡക്റ്റ് ചെയ്യുന്നതിനെ, ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഈ ആൻറ്റിബോഡി ഹൈ ആയിട്ടുള്ളവരിൽ ഇൻസുലിൻ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ടൈപ്പ് 1 നമുക്കിത് GAD ആൻറ്റിബോഡി പ്രസൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനാണ് നമ്മൾ GAD ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ടെസ്റ്റ് ടൈപ്പ് 1 C-പെപ്റ്റൈഡ് ടെസ്റ്റാണ്. C-പെപ്റ്റൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കാനുള്ള
ഒരു മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി പെപ്റ്റൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉള്ളവരിൽ ഈ സി പെപ്റ്റൈഡ് ലെവൽ എപ്പോഴും ലോ ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ കനോട്ട് പ്രൊഡക്റ്റ് ഇൻസുലിൻ. ദാറ്റ്സ് വൈ ദേ കോസ് ഡയബറ്റിസ് ഇൻ ദെയർ ബോഡി. സി പെപ്റ്റൈഡ് നമ്മൾ ഫാസ്റ്റിങ്ങിൽ ചെയ്യാറുണ്ട്, റാൻഡം ചെയ്യാറുണ്ട്. നമ്മളത് സി പെപ്റ്റൈഡിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ നാനോഗ്രാമിലാണ് അത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഫാസ്റ്റിങ്ങിൽ 0.5 to 2.0 വരെ നമ്മളത് നോർമലായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ആഫ്റ്റർ മീലാണെങ്കിൽ നമ്മളത് 1.0 to 3.0 നാനോഗ്രാമിലാണ് അത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ലോ സി പെപ്റ്റൈഡ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടും തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അത് നോർമൽ അല്ലെങ്കിൽ ഹൈ സി പെപ്റ്റൈഡ് ലെവലാണ് നമ്മുടെ ബോഡി മെഷർ ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഹൈ ആയിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത്. പിന്നെ വരുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് നോർമലായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ലേറ്റർ ഏജിൽ ആഫ്റ്റർ 40 ഓർ ആഫ്റ്റർ 35 ഓർ ആഫ്റ്റർ 40 ഏജിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ വെയിറ്റ് ഗെയിൻ, ഒബേസ്, അതുപോലെ തന്നെ സ്വെറ്റിംഗ്, എക്സസീവ് തേഴ്സ്റ്റിംഗ്, ടയേർഡ്നെസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹീല് ആകപ്പെടാൻ താമസിക്കുക, വൂണ്ടത് പസ്സാകുക, അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ടൈപ്പ് 2 ആവാനാണ് സാധ്യതയുള്ളത്. അതും ഫാമിലി ഹിസ്റ്ററിയൊക്കെ അതിന് കോസാണ്. ഇപ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിന്, അതുപോലെ ലാക്ക് ഓഫ് എക്സസൈസ്, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനുള്ള റെമഡീസ് എന്ന് പറയുന്ന നാച്ചുറൽ റെമഡീസ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തി ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാം, റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. റാൻഡം ഇപ്പം ഗ്ലൂക്കോമീറ്ററിലാണെങ്കിൽ നമുക്ക് റാപ്പിഡായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. മെഷീൻ ചെറിയൊരു മാനേജ് ചെയ്യാനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള മെഷീനൊന്നുമല്ല, നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 to 3 months കൂടുമ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ്, ഫാസ്റ്റിംഗ് ആയിട്ട്. അതുപോലെ തന്നെ PPBS എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഷുഗർ ടെസ്റ്റാണ്. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ടെസ്റ്റാണ്. അതായത് ആഫ്റ്റർ ദ മീലാണ് ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് നോർമൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റാണിത്. ആവറേജ് നമ്മളത് മീലിന് ശേഷം 2 hours ശേഷം കൊടുക്കുന്ന ബ്ലഡാണ്. അതൊരു 140 ഒക്കെ എബവ് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരം അത് കൺട്രോൾ ചെയ്യുന്നില്ല. നമ്മുടെ ശരീരത്തിൽ അൺകൺട്രോൾഡ് ഷുഗറാണ്, അതായത് അൺകൺട്രോൾഡ് ഇൻസുലിൻ പ്രൊഡക്ഷനാണ് നടക്കുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ വരുന്നത് ഈ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ, ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസുകൾ, പിന്നെ അതുപോലെ തന്നെ പിൽസുകൾ നമുക്ക് നോർമലായിട്ട് കൺട്രോൾ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യപ്പെടാനുള്ള പിൽസുകൾ എടുക്കുക. അത് ആഫ്റ്റർ 45 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഷുഗർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഡോസ് കുറയ്ക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലർക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇങ്ങനെ വരുന്ന ഇഷ്യൂ ഉള്ളവരിൽ ഇൻസുലിൻ എടുക്കാൻ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസോട് മാത്രം ആ ഇഞ്ചക്ഷൻ ചെയ്യുക അങ്ങനെ. അപ്പം കോമൺ ആയിട്ടുള്ളൊരു ഡയബറ്റീസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.